അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇതാണ് പ്രശ്നം ഉയർത്തിവിട്ടിരിക്കുന്നത്. കാവിക്കൊടിയാണ് പ്രശ്നം. അപ്പോൾ ഇത് ഹൈന്ദവവൽക്കരിക്കുന്നു രാജ്ഭവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വലിയ ചർച്ച നടത്തുന്നതിന് പിന്നിൽ വലിയ കൃത്യമായ സങ്കുചിത രാഷ്ട്രീയമുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ കാണുന്നതാണ്. ഈ ഏതാണ്ടൊരു 10-15 വർഷമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിയെയും ഭാരതത്തിൻ്റെ അടയാളങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും ഒക്കെ അപഹസിക്കുകയും ഇത് RSSൻ്റേതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഈ ചിഹ്നങ്ങളെയെല്ലാം അപഹസിക്കുന്ന നിലപാട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കൈക്കൊള്ളാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇത്രയും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങേക്ക് പ്രതികരിക്കാം. വാസ്തവത്തിൽ ജോർജ് പൊടിപ്പാറയെ പോലുള്ള ആളുകൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം കുറച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു നാഷണലിസ്റ്റാണ് അദ്ദേഹം. ഒരു കാര്യം പറഞ്ഞു, അത് ത്രിവർണ്ണ പതാക ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ല, ആ കാവിക്കൊടിയാണ് കുഴപ്പം. അത് ജോർജ് പാറയ്ക്ക് അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞു പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ ഓഫീസിൽ നിന്ന് ത്രിവർണ്ണ പതാക വെച്ചുകൊണ്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം കൃഷി വകുപ്പിൻ്റെ കയ്യിൽ കൊടുത്തതാണല്ലോ. ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെ ചെയ്തോളൂ, നിങ്ങൾ ഈ രീതിയിൽ അത് അലങ്കരിച്ചോളൂ, വിരോധമില്ല. ഭാരതം എന്ന് പറയുന്നത് മാതാവായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. മാതാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവത എന്നൊക്കെ പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ മാത്രമാണെങ്കിൽ നീതി ദേവത എന്ന് സുപ്രീം കോടതിയിൽ പറയുന്നതിനെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരില്ലേ? അപ്പോൾ വാസ്തവത്തിൽ കൊടിയല്ല പ്രശ്നം. കൊടിയാണ് പ്രശ്നമെങ്കിൽ അവിടെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടുത്തെ മന്ത്രിമാരോട് പറഞ്ഞതാണ് സർ. അതിനെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനവും വന്നതാണ്. അവിടെ ത്രിവർണ്ണ പതാക അല്ല പ്രശ്നം, അവിടെ കാവ്യ പതാക അല്ല പ്രശ്നം. അവിടെ ഭാരതത്തിൻ്റെ ആ ഒരു ചിത്രമേ പാടില്ല, ഭാരതമെന്ന സങ്കല്പമേ പാടില്ല. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 4 വോട്ട് നേടാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ ശിവൻകുട്ടി കാട്ടിയിട്ടുള്ള വേഷം കെട്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഭാരതം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഉണ്ടായത്. അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഞാൻ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ്റെ നേരെ ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ഇന്നലത്തെ ഒരു പ്രമുഖ ചാനലിലെ ചർച്ചയിൽ, ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ, CPMൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ P. ജയരാജനാണ് ആ ചോദ്യം ഉന്നയിച്ചത്. ജയരാജൻ്റെ ചോദ്യം എനിക്ക് വാസ്തവത്തിൽ വിഷമവും ഒപ്പം ആ ജയരാജൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള ആ രാഷ്ട്രവിരുദ്ധതയും എനിക്ക് വളരെ പ്രകടമായി വ്യക്തമായി. പക്ഷേ എനിക്ക് പറയാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ അത് പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ഭാരതം എന്നൊന്നുണ്ടോ? ഭാരതം എന്നൊന്നുണ്ടോ? ഒരു രാജാവിൻ്റെ കീഴിലാണോ ഭാരതം? ഒരു രാജാവിൻ്റെ കീഴിൽ ഭാരതം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഭാരത ചക്രവർത്തിയുടെ കീഴിൽ മുഴുവൻ ഭാരതം ഉണ്ടായിരുന്നതായിട്ട് ഗോപാലകൃഷ്ണന് പറയാൻ പറ്റുമോ? ഭാരതം ഒരിക്കലും ഒരു രാജാവിൻ്റെ കീഴിലായിരുന്നില്ല, അതുകൊണ്ട് ഭാരതം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഈ ചാനൽ ചർച്ചയിൽ കൂടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒപ്പം എൻ്റെ സഹ പാനലിസ്റ്റുകളോടും പറയാണ്, ഭാരതം ഒരു രാഷ്ട്രമാണ്, ഭാരതം ഒരു സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റും നാഷനും രണ്ടാണ്. നാഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെൻറ് വേണമെന്നില്ല, ഭരണാധികാരി വേണമെന്നില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഭരണാധികാരി. കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്റ്റേറ്റ് മാത്രമേ അറിയുള്ളൂ. എല്ലാം ഭരണാധികാരി കൈയാളുന്നതാണ് കമ്മ്യൂണിസം. ഭരണാധികാരിയാണ് അന്തിമം. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി തന്നെ അങ്ങനെയാണ്. അതിൽ നിന്നാണല്ലോ പിന്നെ ഉട്ടോപ്യൻ സങ്കല്പത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്, ഭാരതം ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ല, ഭാരതം ഒരു നാഷനായിരുന്നു. നാഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം സംസ്കാരമാണ്. അതുകൊണ്ട് ഭാരതം ഏതാണ്ട് 10-600 നാട്ടുരാജ്യങ്ങൾ ഭാരതത്തിൽ പരസ്പരം പോരാടുമ്പോഴും
നാട്ടുരാജ്യങ്ങൾ, നിരവധി നാട്ടുരാജ്യങ്ങൾ പരസ്പരം പോരാടുന്ന സമയത്ത് ആ പോരാട്ട ഭൂമിയുടെ അരികിലൂടെ അടകിൽ നിന്ന് കട്ടക്കിലേക്ക്, കച്ചിൽ നിന്ന് കാമേശ്വരത്തേക്ക്, കന്യാകുമാരിയിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ജനങ്ങൾ സഞ്ചരിച്ചിരുന്നു തീർത്ഥയാത്രയായിട്ട്. ഹിമവാനെ നോക്കിക്കൊണ്ടാണ് കന്യാകുമാരിയിലെ കന്യകാദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. ദക്ഷിണേന്ത്യയിലെ തെക്കേ ഭാഗത്തെ കാലടിയിൽ നിന്നാണ് ആദിശങ്കരാചാര്യർ ഭാരതം മുഴുവനും സഞ്ചരിച്ച് 4 മഠങ്ങൾ സ്ഥാപിച്ചത്. അതാണ് ഭാരതത്തിൻ്റെ ഐക്യം, അതാണ് ഭാരതത്തിൻ്റെ ദേശീയത, അതാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം. ഇപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇസ്രയേലിന് എത്ര വർഷമായി അവർ സ്റ്റേറ്റായിട്ട് ഭരണം കിട്ടിയിട്ട് എത്ര വർഷമായി? ഈ കേരള നാട്ടിലും ഇസ്രയേൽ ജൂതവംശം ഉണ്ടായിരുന്നല്ലോ. ആ ജൂതവംശം അവർ ഓടിപ്പോകുന്നതിന് മുമ്പ് ഒരു പിടി മണലെടുത്തിട്ടാണ് പോയത്. അവരുടെ ആ മരണസമയത്ത്, മരിക്കുന്ന സമയത്ത് അടക്കം ചെയ്യുമ്പോൾ അവരൊരു പിടി മണൽ, അവർ ഓടിപ്പോയ ആ ഒരു പിടി മണൽ ജെറുസലേമിൻ്റെ മണലാണെന്ന് പറഞ്ഞ് അവർ ഇട്ട് കൊടുക്കും. അതൊരു കൾച്ചറാണ്, അതൊരു കൾച്ചറൽ എൻറ്റിറ്റിയാണ്. ഭാരതം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ എൻറ്റിറ്റിയാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശമായിരുന്നു, ഇന്നത്തെ പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ പ്രദേശമായിരുന്നു. അങ്ങനെ ഭാരതം എന്ന് പറയുന്ന ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം, അതിനകത്ത് ഭരണകൂടങ്ങൾ നിരവധിയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകൾ 4 തരത്തിലുള്ള ദേശീയതകളാണ് ഭാരതത്തിലും ലോകത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ദേശീയതയാണ് രാജനൈതിക ദേശീയത. അതാണ് ഈ ജോർജ് പൊടിപ്പാറ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നത്. അതായത് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, സ്റ്റേറ്റുകൾ സംയോജിപ്പിക്കുമ്പോൾ സ്റ്റേറ്റുകളാണ് ഭാരതത്തെ സംയോജിപ്പിക്കുന്നത്, അഥവാ ഭാഷയാണ് ഭാരതത്തിൻ്റെ ദേശീയത. അതാണ് രാജനൈതിക ദേശീയത. രണ്ടാമത്തെ ദേശീയത മതദേശീയത, മതമാണ് ദേശീയതയ്ക്ക് ആധാരം, അതാണ് പാകിസ്ഥാൻ. മൂന്നാമത്തെ ദേശീയത അർത്ഥദേശീയത, കമ്പോളമാണ് ദേശീയത. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തെ 17ആയി വിഭജിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. കാരണം 17 കമ്പോളമുണ്ട് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘം അടക്കമുള്ള ഭാരതത്തിലെ സാംസ്കാരികവാദികൾ പറഞ്ഞത് സംസ്കാരമാണ്, പാരമ്പര്യമാണ് ദേശീയത. ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജീവിത രീതികൾ, വ്യത്യസ്ത ഭരണകൂടം, പക്ഷെ നാം ഒന്നാണ്. അതുകൊണ്ടാണ് നായനാര് പോപ്പിനെ കാണാൻ പോയപ്പോൾ കൊടുത്തത് എന്ത് എന്ന് നമ്മൾ അറിയണം. EMS ചൈനയ്ക്ക് പോയപ്പോൾ കൊടുത്തത് എന്ത് എന്ന് നമ്മൾ അറിയണം. അത് ഭാരതത്തിൻ്റെ പൈതൃകമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാരത പൈതൃകത്തിൻ്റെ നിറമാണ് കാവി. നിങ്ങൾക്ക് കാവി എന്ന് പറയുന്നത് RSS എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിനെ ആധാരമാക്കിക്കൊണ്ട് അഭിനേന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകനായിട്ടുള്ള അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതമാതാവ് ചിത്രത്തിന്റെ വേഷം കാവ്യല്ലേ ജോർജ് പൊടിപ്പാറയെ? അന്ന് RSS അന്ന് ആ രീതിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അന്ന് ഒരു മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലുമില്ല. ആ സമയത്ത് അഭിനേന്ദ്രനാഥ ടാഗോർ വരച്ചത് ഇതല്ലേ? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത, ഭഗിനി നിവേദിത പറഞ്ഞതും ഇത് തന്നെയല്ലേ? ഭാരതത്തിലെ മഹർഷി അരവിന്ദൻ പറഞ്ഞതും ഇത് തന്നെയല്ലേ? കാവ്യയോട് എന്തിനാ ഇങ്ങനെ അലർജി? കാവ്യയുടെ അലർജിയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതിന് പകരം പാലസ്തീൻ്റെ കഫാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാവ്യയോട് അലർജി വെക്കേണ്ട കാര്യമേ ഇല്ല പൊടിപ്പാറ. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു ലാസ്റ്റ് പോയിന്റ് ഞാൻ നിർത്താം. ഇതൊരു അനാവശ്യമായ വിവാദമാണെന്ന് ഭാരതത്തെ എല്ലാവരും അംഗീകരിക്കുന്നു, ഭാരതാംബയെയും അംഗീകരിക്കുന്നു. ഭാരതാംബ എന്ന ചിത്രം, അപ്പോൾ ഇവിടെ ജോർജ് പൊടിപ്പാറ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? ഭരണഘടനയിൽ ഇല്ലാത്തത് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഭരണഘടനയിൽ വിളക്ക് കത്തിക്കാനുണ്ടോ ജോർജ് പൊടിപ്പാറ? നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ, ഭരണഘടനാപരമായിട്ടും അല്ലാതെയും ഒക്കെ എല്ലാ സ്ഥലത്തും രാജ്ഭവനിലൊക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. ആ വിളക്ക് കത്തിക്കില്ലെന്ന് പറയുന്നവർ ഈ നാട്ടിലുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായം. പക്ഷേ വിളക്ക് കത്തിക്കുന്നത് ഭരണഘടനയിലില്ല. ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ. മറ്റൊരു കാര്യം, പ്രാർത്ഥന ഭരണഘടനയിലുണ്ടോ? നിങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പ്രാർത്ഥന പരിപാടിയിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ നാടിന്റെ പാരമ്പര്യവുമായി ചേർന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പാരമ്പര്യത്തെ വിസ്മരിക്കേണ്ട കാര്യമില്ല. ഭാരതാംബ എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിൽ, ഒരു മതമല്ല, ഒരു മതത്തിന്റെ കാഴ്ചപ്പാടല്ല. മഹർഷി അരവിന്ദന്റെ കാഴ്ചപ്പാടാണ്, സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, അടുത്ത 50 വർഷം
നിങ്ങൾ പൂജിക്കേണ്ടത് മറ്റൊരു ദൈവങ്ങളെയുമല്ല, നിങ്ങൾ പൂജിക്കേണ്ടത് ഭാരതാംബയെയാണ് എന്നല്ലേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തിനാണെന്ന് ഇങ്ങനെ ചെറുതാവുന്നത്? മന്ത്രി ശിവൻകുട്ടി നിയമസഭയെ കാട്ടിയിട്ടുള്ള വേഷം കെട്ടൊക്കെ നമുക്കറിയാം. മന്ത്രി ശിവൻകുട്ടിക്ക് ഇതിനെക്കുറിച്ച് ABCD വിവരമില്ല. പക്ഷേ മന്ത്രി ശിവൻകുട്ടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്തതാ. പക്ഷെ നാം അനാവശ്യമായ ഒരു വിവാദമാണ് ഉണ്ടാക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. CPIയുടെ നേതാക്കന്മാര് ഭാരതമാതാ കി ജയ്, ഭാരതമാതാ കി ജയ് എന്ന് വിളിച്ചല്ലോ. അതേത് ഭാരതമാതാവാ? നിങ്ങൾ ത്രിവർണ്ണ പതാക വെച്ചോന്ന്, കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക വെച്ചോ, എന്താ വിരോധം? ഇനി ഭാരതാംബയുടെ ചിത്രം ഫ്ലെക്സിൽ അച്ചടിക്കുകയും ചെയ്തു. പക്ഷേ അത് നേതൃത്വം ഇടപെട്ട് അത് മാറ്റുകയും ചെയ്തു. ഏതായാലും ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം CPIയിൽ നിന്ന് ഉണ്ടായി.